അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്, വീട് ഫെയ്ത്തുവിന്റെ വീട്. നല്ലൊരു പ്രോഗ്രാം ആയിരുന്നല്ലേ ഏട്ടാ? ഫുഡും നല്ലതായിരുന്നു. ചാച്ചനും അമ്മച്ചിയും കൂടെ വരായിരുന്നു. രാത്രിയല്ലേ ചാച്ചേ, അവർക്ക് വയ്യല്ലോ. ഇറങ്ങിക്കോ. ചാച്ച അമ്മച്ചി കിടന്നായിരുന്നോ? ആ ശരി. എന്നിട്ടോ? ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. എന്നാടാ അത്? ഞാൻ വിളിക്കാട്ടോ. നന്ദു, എന്താടാ നിന്റെ കയ്യില്? എന്താ അത്? കാണിച്ചേ. അയ്യേ, എന്തിനാടാ നീ ഇത് എടുത്തിട്ട് വന്നേ? എന്തൊരു ബോറ് പരിപാടിയാ നീ കാണിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയേ. അവിടുന്ന് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചല്ലേ? അവരെല്ലാം കണ്ടു കാണൂല ഇത്. നിനക്ക് എന്തേലും വേണേ പറഞ്ഞാ പോരടോ. അമ്മേ, ഇതാ മരുന്ന്. ഇവർക്ക് കൊടുക്കാൻ എടുത്തതായിരുന്നു. അവൻ പറഞ്ഞില്ലല്ലോ. അവന്റെ ഉള്ളിൽ കിടക്കുന്ന ഗ്രാൻഡ് പേരൻസിനോടുള്ള സ്നേഹം ഒരു കുഞ്ഞ് പ്രവൃത്തിയിലൂടെ കാണിക്കാൻ അവൻ ആഗ്രഹിക്കുകയായിരുന്നു. ഈ പ്രവൃത്തി മോശമാണെന്നോ മോഷണമാണെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും കുട്ടിക്ക് തിരുത്തി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവരുടെ പ്രവൃത്തികളിൽ നന്മകൾ കടന്നു വരാം, തിന്മകൾ കടന്നു വരാം. അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഒരു കടമയല്ലേ? ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്ന ഈ മക്കളെ സത്യസന്ധരായി വളർത്തുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമല്ലേ? അപ്പൊ ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ കുറവുകൾ സംഭവിക്കുമ്പോൾ നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ വീഴ്ചകളിലേക്ക് ചെന്ന് വീഴാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ മക്കൾക്ക് നമ്മൾ തിരുത്തൽ കൊടുക്കുമ്പോൾ അതവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്, ഒരു പ്രായമുണ്ട്, ചില സംഭവങ്ങളുമുണ്ട്. അപ്പൊ അതതിന്റെ സമയത്തിൽ അവർക്ക് കാണിച്ചും മനസ്സിലാക്കിയും തിരുത്തിയും കൊടുക്കുകയാണെങ്കിൽ നാളേക്ക് നല്ല മക്കളെ വാർത്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും
നാടും നാട്ടുകാരും കുസൃതികളുണരും കളിചിരിയായി വളർന്നീടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി വീട് ഫെയ്ത്തുവിൻ